ഫ്രണ്ട്സ്, ഞാൻ അസ്വസ്ഥനാണ്. ഞാൻ ഒരുപാട് നേരമായിട്ട് ഈ മോണ്ടി ഹാൽ പ്രോബ്ലത്തിൽ ഇരിക്കുന്നവരിക്കാൻ. നിങ്ങൾ പലരും ഈ സംഭവം കേട്ടിട്ടുണ്ടാവും, പലർക്കും ഇതിന്റെ ആൻസറും അറിയുന്നുണ്ടാവും. ആൻസർ അറിയാത്തവർ ഒന്ന് കമന്റ് ചെയ്യുക, അല്ല ആൻസർ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യുക. സോ ഒരുപാട് നേരമായിട്ട് ഇരുന്നിട്ടുണ്ട്. ഞാൻ പലർക്കും സെർച്ച് ചെയ്തൊക്കെ നോക്കി, ആൻസർ ഏതാണ്ട് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതങ്ങനെ ഒരു സെൻസ് ഉണ്ടാക്കുന്നില്ല. ഓക്കെ, ഏതായാലും ഈ ക്വസ്റ്റിന്റെ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ തന്നെ ഒരു ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ ഇതിന് പ്രോബ്ലം വരുന്നതാണ് ലെറ്റ്സ് മേക്ക് എ ഡീൽ എന്നുള്ള ഒരു TV ഷോ ഉണ്ട്. അതിലുള്ള ഒരു ഫേമസ് പ്രോബ്ലം ആണ് മോണ്ടി ഹാൽ പ്രോബ്ലം. ഓക്കെ, സോ ഇതിന് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം. ഒരു 3 ഡോർസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ ഒരു ഗെയിം ഷോയിലെ ഒരു കണ്ടസ്റ്റന്റ് ആണ്, ഒരു റിയാലിറ്റി ഷോയിലെ ഒരു കണ്ടസ്റ്റന്റ് ആണ് നിങ്ങൾ. നിങ്ങളുടെ എയിം എന്താണ്? ഈ 3 ഡോറിൽ ഏതിൻ്റെയോ ഒന്നിന്റെ പിന്നിൽ ഒരു കാർ ഉണ്ട്. ഓക്കെ, ബാക്കി 2 പിന്നിൽ ആടാണുള്ളത്, ഒരു ഗോട്ടാണുള്ളത്. നിങ്ങൾക്ക് ഗോട്ടിനെ വേണ്ട, പകരം കാറിനാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ കറക്റ്റ് ഏത് ഡോറാണ് ഗസ് ചെയ്താൽ നിങ്ങൾക്ക് കാറ് കിട്ടും. ഓക്കെ, സംഭവം ഭയങ്കര സിമ്പിൾ ആണ്. പക്ഷെ ഞാൻ അടുത്തൊരു സ്റ്റെപ്പ് നോക്കുക. നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ ഏതെങ്കിലും ഈ 3 ചോയ്സിൽ ഏതെങ്കിലും ഒരു ഡോർ നിങ്ങൾ പിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോർ പിക്ക് ചെയ്യാം. എക്സാമ്പിൾ, ഈ ഒരു കേസിൽ നിങ്ങൾ 3ാമത്തെ ഡോറാണ് പിക്ക് ചെയ്തതെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ 3ാമത്തെ ഡോർ പിക്ക് ചെയ്തു. ഇനി എന്ത് സംഭവിക്കും? ഇനി ഹോസ്റ്റ് വന്നുകൊണ്ട്, ഹോസ്റ്റിന്റെ പേരാണ് ഇവിടെ മോണ്ടി ഹാൾ. അങ്ങനെ എന്ത് ചെയ്യും? മോണ്ടി ഹാളിന് ഓൾറെഡി അറിയാം ഏതിന്റെ പിന്നിലാണ് കാറെന്ന്. അങ്ങനെ എന്ത് ചെയ്യും? ബാക്കി ഈ 2 കാർ അല്ലാത്ത ഒരു ഡോറ് തുറന്നു കാണിക്കും. ഓക്കെ, അതിന്റെ പിന്നിൽ ഗോട്ടായിരിക്കും. അത് വളരെ ഒബ്വിയസ് ആണ്. സോ എക്സാമ്പിൾ, ഹോസ്റ്റ് 1ാമത്തെ ഡോർ അങ്ങ് തുറന്നു കാണിച്ചു. ഓക്കെ, സോ അതിൻ്റെ ഉള്ളിൽ ഗോട്ടാണ്. ഇനിയാണ് നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഇരിക്കുന്നത്. സോ ഇനി ബാക്കിയുള്ളത് 2ാമത്തെ ഡോറും 3ാമത്തെ ഡോറാണ്. നിങ്ങൾ ആദ്യം ചൂസ് ചെയ്ത ഡോർ 3ാമത്തതാണ്. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഈ 2ാമത്തെ ഡോറും കൂടി ബാക്കിയുണ്ട്. ബാക്കി 1ാമത്തെ ഡോർ ഒഴിവായി പോയി, അതിൻ്റെ ഉള്ളിൽ ഗോട്ടാണ്. സോ ഇനി ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിങ്ങൾ ഈ ചോയ്സ് തന്നെ എടുക്കോ അതോ ചോയ്സ് മാറ്റുമോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ചോയ്സ് തന്നെ സ്റ്റേ ചെയ്യുമോ അതോ നിങ്ങൾ ചോയ്സ് മാറ്റി 2ാമത്തെ ചോയ്സ് എടുക്കും? ഇത്ര മാത്രമേ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഉള്ളൂ. എന്തുകൊണ്ടാണെന്നുള്ളത് പ്രോബബിലിറ്റി ഒക്കെ വെച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ അതിന്റെ ഒരു ലോജിക്ക് കത്തണമെങ്കിൽ കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക.